നമസ്കാരം, അഭിലാഷാണ് ഓറിയൻസിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓറിയൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതും ഓറിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന 5 തരം ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഓറിയൻസ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓറിയൻസിന്റെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4500 ബിസിനസ് വോളിയം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 1 ഡയമണ്ട് എന്ന പൊസിഷനിലാണ് ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഓറിയൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓറിയൻസ് കമ്പനിയിൽ നിന്ന് എന്തെല്ലാം വരുമാനം കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ന് ലോകത്ത് ഒരു MLM കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പ്രാപ്തനാക്കുന്ന, അതായത് വിജയിക്കാൻ വേണ്ടി എന്തെല്ലാം ആവശ്യമാണോ ആ രീതിയിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്ലാനാണ് ഓറിയൻസ് കമ്പനി അപ്ലൈ ചെയ്യുന്ന ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാൻ. അതായത് ഓറിയൻസിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു MLM ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ ആ MLM ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാനിലൂടെ കമ്പനി വ്യക്തമാക്കുന്നത്. കാരണം ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം സാധ്യമായി എടുക്കാൻ പറ്റുന്നോ ആ രീതിയിലൊക്കെ വരുമാനം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാൻ. കാരണം ഇന്ന് അതായത് ഒരു ബിസിനസ്, നമ്മുടെ ഓറിയൻസ് ബിസിനസ് ആയാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഇവിടെ നഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. കാരണം സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും വിജയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാനാണ് കമ്പനി ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം ഈ ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാൻ പ്രകാരം ഓറിയൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി 7 തരത്തിലാണ് വരുമാനം കൊടുക്കുന്നത്. അപ്പൊ ആ 7 തരത്തിലുള്ള വരുമാനം ഏതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബോണസ്, 2 ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, 3 കോമ്പൻസേഷൻ ബോണസ്, 4 പാർട്ണർഷിപ്പ് ബോണസ്, 5 പേഴ്സണൽ പർച്ചേസ് ബോണസ്, 6 ഹോണററി ബോണസ് ആൻഡ് 7ാമത്തെ എന്ന് പറഞ്ഞാൽ റിവാർഡ്സ്. ഈ 7 തരത്തിലുള്ള വരുമാനമാണ് ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്നതായിട്ടുള്ള വരുമാനങ്ങൾ. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബോണസ്. എന്താണ് റീറ്റെയിൽ ബോണസ്? ഇത് സാധാരണ കടയിലൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്. കടയിൽ എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത്? അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടും, അവരത് പുറത്ത് MRP കൊടുക്കും. ആ ഒരു ഡിഫറൻസ് ആണ് അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനം. അപ്പൊ ഇതേ ഒരു ഓപ്ഷനും കമ്പനി ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വ്യക്തിക്ക് കമ്പനിയുടെ DP പ്രൈസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്ത് വേണമെങ്കിൽ അത് MRPക്ക് കൊടുക്കാൻ പറ്റും. ഒരു 10 to 20% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് വ്യക്തികൾ ഇന്ന് റീറ്റെയിൽ ആയിട്ടും ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ റീറ്റെയിൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ കടയിലും നടക്കുന്ന സംഭവമാണ് ഈ റീറ്റെയിൽ കച്ചവടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി കൊടുക്കുന്ന 7 തരത്തിലുള്ള വരുമാനത്തിൽ ആദ്യത്തെ വരുമാനമാണ് ഈ റീറ്റെയിൽ ബോണസ് എന്ന് പറയുന്നത്. അടുത്ത 2ാമത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ബോണസ്. ഇത് ട്രാക്കിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വരുമാനമാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെയാണ് കടന്നു വരുന്നത്? 4500 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 4500 ബിസിനസ് വോളിയം കംപ്ലീറ്റ് ചെയ്യുകയും നമ്മൾ ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാനും തീരുമാനിച്ചില്ല. അതായത് നമ്മുടെ ഒരു സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും അവർ ഈ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നത് ഈ 4500 ബിസിനസ് വോളിയം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി കടന്നു വരുന്നത് ഈ 4500 ബിസിനസ് വോളിയം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ 4500 ബിസിനസ് വോളിയത്തിന്റെ 10%, അതായത് 10% നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആയിട്ട് കമ്പനി നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞ സംവിധാനം. ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഇത് നമുക്ക് എത്ര പേര് വേണോ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബിസിനസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1-2 വ്യക്തികളെ എത്ര പേർക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓരോ 4500 ബിസിനസ് വോളിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ 10% നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ലെവലിലുള്ള ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരാളെയാണ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ 450 ഇടും. നമ്മൾ
നമ്മളൊരു 10 പേരാണെന്നുണ്ടെങ്കിൽ 4500 കിട്ടും. നമ്മളൊരു 100 പേരാണെങ്കിൽ 45000 കിട്ടും. മറ്റ് 2 രീതിയിലും കൂടി നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു 4500 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്തുകൊണ്ട് 1 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ 10% 450 രൂപ ഫാസ്റ്റ് ട്രാക്ക് എമൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ മറ്റ് 2 രീതിയിലും കൂടെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡയറക്റ്റ് 2 ഡയമണ്ട് പൊസിഷനിലും ഡയറക്റ്റ് 3 ഡയമണ്ട് പൊസിഷനിലും. അതായത് 13500 ബിസിനസ് വോളിയം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒരു ഐഡിയ തന്നെ ഡയറക്റ്റ് ആയിട്ട് 13500 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ ഈ ബിസിനസ്സിൽ കടന്നു വരാൻ പറ്റും. അങ്ങനെ നമ്മളെ കെയർ ഓഫിൽ ഒരാൾ 2 ഡയമണ്ട് പൊസിഷനിലാണ് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 5% നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അല്ല ഒരു വ്യക്തി കടന്നു വരുന്നത് ഡയറക്റ്റ് 3 ഡയമണ്ട്, അതായത് 45000 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ 3% ആണ് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇനത്തിൽ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു 2 രീതിയിലും കൂടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ഇൻകം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ കമ്പനിയുടെ 2 തരത്തിലുള്ള ഇൻകമാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബോണസ്, അതായത് നമുക്ക് 10 തൊട്ട് 20% വരെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളിന്, അതായത് 4500 ബിസിനസ് വോളിയം വെച്ച് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 10% നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആയിട്ടും, അല്ല നമ്മൾ 2 ഡയമണ്ട് ആണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന്റെ 5%, 3 ഡയമണ്ട് 45000 ബിസിനസ് വോളിയം എടുത്ത് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ 3% നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആയിട്ട് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള വരുമാനങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ, ഈ 2 വരുമാനങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനിയുള്ള വരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുമാനങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ബോണസ്, പാർട്ണർഷിപ്പ് ബോണസ്, പേഴ്സണൽ പർച്ചേസ് ബോണസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുമാനങ്ങൾ, അതായത് മെയിൻ ആയിട്ടുള്ള വരുമാനം ഇത് കമ്പനിയിൽ നമുക്ക് കിട്ടുന്ന പാസീവ് ഇൻകം ആയിട്ട് കിട്ടുന്നതായിട്ടുള്ള വരുമാനങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കോമ്പൻസേഷൻ ബോണസും കൂടെ പറയാൻ നിന്നാൽ ഒരുപാട് കൂടുതൽ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് കോമ്പൻസേഷൻ ബോണസ് എന്നുള്ളത് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഓറിയൻസ് ബിസിനസ് 7 തരത്തിലാണ് നമുക്ക് വരുമാനം തരുന്നത്. അതിൽ 2 തരത്തിലുള്ള വരുമാനത്തെ പറ്റി ഞാൻ പറയുകയുണ്ടായി. അത് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വരുമാനങ്ങളെ കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എന്ത് തന്നെയായാലും ഓറിയൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ അതിനുള്ള പരിഹാരം എന്തെന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും. 100% ഓറിയൻസിനെ പറ്റി പൂർണ്ണമായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് ഓറിയൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളും ഇനി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന വ്യക്തികൾക്കും പൂർണ്ണമായിട്ടും ഒരു അറിവ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ 100% നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഓറിയൻസ്.